ഉപ്പുതറ കാക്കത്തോട്ടിൽ നിലയുറപ്പിച്ച കാട്ടാനകൾ വൈദ്യുതിയുള്ള തൂക്കുകമ്പുവേലിക്ക് സമീപത്തെ ഗേറ്റ് കടന്നാണ് കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന കൃഷിയിടത്തിൽ കയറി ലക്ഷങ്ങളുടെ നാശനഷ്ടം വരുത്തിയത്. 4ഓളം കർഷകരുടെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ നാശം വിതച്ചത്. രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം തുടർച്ചയായി രണ്ടാം ദിവസമാണ് കാട്ടാന നാട്ടിലിറങ്ങി കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനകൾ കാക്കത്തോട്ടിൽ ഏലമാണ് നശിപ്പിച്ചത്. ആനക്കുളം അപ്പച്ചൻ, നീറിയാങ്കൽ ഉണ്ണി, ജിജി വള്ളിയാമ്പൊയ്കയിൽ, തോട്ടുകൽ തങ്ക എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനകൾ നാശം വിതച്ചത്. കാക്കത്തോട്ടിലെ കർഷകരുടെ ജീവനും സ്വത്തിനും കാട്ടാനകൾ ഇപ്പോൾ ഭീഷണിയായിരിക്കുകയാണ്. സന്ധ്യ മുതൽ കാട്ടാനയെ പ്രതിരോധിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ജാഗ്രത പാലിച്ചിരുന്നു. തൂക്കുകമ്പിവേലികൾ ചാർജും ചെയ്തിരുന്നു. 2 മണിവരെ നാട്ടുകാരും ഉദ്യോഗസ്ഥരും വനത്തിൽ തുടർന്ന ശേഷമാണ് പിൻവാങ്ങിയത്. കൂപ്പിൽ കരാറുകാരുടെ ജീവനക്കാർ താമസിക്കുന്നതിനാൽ ഗേറ്റ് അടച്ചിരുന്നില്ല. ഈ ഗേറ്റ് വഴിയാണ് കാട്ടാനകൾ കൃഷിയിടത്തിൽ പുലർച്ചെയോടെ എത്തിയത്. അമ്പലക്കടവ് മുതൽ മാക്കപ്പാത വരെ ഫെൻസിങ്ങുകളുണ്ട്. ആ ഭാഗത്തുനിന്ന് ഷോക്ക് അടിക്കുന്നുണ്ട്. തുറന്നു കിടന്ന ആ വഴിയെ നിന്ന് കയറി വന്ന് വെളുപ്പാങ്കാലായപ്പോൾ ഒരു 2-3 മണിക്കൂർ സമയങ്ങൾ കൊണ്ട് ഈ പ്രദേശത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ആനയെ മയക്കുപിടി വെച്ച് ഇവിടുന്ന് മാറ്റുവാണ് ചെയ്യുന്നത്. കാരണം ഈ ആന ഇതുവരെ ആളുകളെ ആക്രമിക്കാൻ തുടങ്ങിയില്ല. പക്ഷേ ഇപ്പോൾ വൈദ്യാഘാതം ഏൽക്കാൻ തുടങ്ങിയതിന് ശേഷം ആന ആക്രമണശക്തി ആകുന്നുണ്ട്. അതിന് ശേഷം ആളപായം ഉണ്ടായതിനു ശേഷം നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പരിഹാരമില്ല. തങ്കയുടെ വീടിനോട് ചേർന്ന് നിന്നിരുന്ന വാഴ നശിപ്പിച്ചു. സമീപവാസി 4 മണിയോടെ ശബ്ദം കേട്ട് ജനാലയിലൂടെ നോക്കിയപ്പോഴാണ് കാട്ടാന കൃഷിയിടത്തിൽ നിൽക്കുന്നത് കണ്ടത്. ചെയ്യാതെ പറ്റുമോ? സർക്കാർ ഫെൻസിങ് വലിച്ചെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കവച്ച് കിടന്നല്ലേ ആന ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. അവരെന്നതെല്ലാം ചെയ്യാതെ പറ്റുകയല്ല. ഇത്രയും നാശനഷ്ടം ഇവിടെ വരുത്തി വെച്ചത്. അപ്പുറത്തെ പെണ്ണ അവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നതല്ലേ, അതിന്റെ മിറ്റം വരെയും വന്നു. കാട്ടാനയെ കൃഷിയിടത്തിൽ കണ്ടതിനെ തുടർന്ന് സമീപവാസികളെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിച്ചു. നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തിയതോടെ ആന പിൻവാങ്ങുകയും ചെയ്തു. തുടർന്ന് കമ്പിവേലിയിലെ വൈദ്യുതി ഓഫാക്കി കാട്ടാനയെ കാട്ടിലേക്ക് ഓടിച്ചുവിടുകയും ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.